നമസ്കാരം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും എത്തിച്ചേരുക എന്നത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നും എപ്പോൾ എത്തിച്ചേരുമെന്നും എത്ര കാലതാമസം എടുക്കുമെന്നും നോക്കാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രം ഒന്നാമത്തേത് തത്തയുടെയും രണ്ടാമത്തെ ചിത്രം പ്രാവിൻ്റേതുമാകുന്നു. ഈ രണ്ട് ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വരവിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുക. തീർച്ചയായും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടയിൽ നിന്നും ഇത് തിരഞ്ഞെടുക്കുവാൻ പ്രയാസം കാണും. എന്നാൽ തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നത് ഒരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇത് തൊടുകുറി ബലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ തത്തയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇങ്ങനെയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്ന് അടുത്തു പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം പരിപൂർണമായ ഒരു അവസാനം ഉണ്ടാകുമെന്നും ഉറപ്പിച്ചു പറയാം. നിങ്ങൾ പച്ചത്തത്തയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം ചിന്തിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും. പുറത്ത് ചിരിച്ചു നിൽക്കുന്നവരാണെങ്കിലും അകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയം അടുത്തിരിക്കാം. അത് പുതിയ വീട് വയ്ക്കാം, അല്ലെങ്കിൽ ജോലി മാറ്റം, അതുമല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത. ഇതിലൊന്നായിരിക്കാം. പല ദിവസങ്ങളായി നിന്നുപോയ കാര്യങ്ങൾ പതുക്കെ മുന്നോട്ടു പോകാൻ തുടങ്ങും. പച്ചത്തത്തയെ തിരഞ്ഞെടുക്കുന്നവർക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കുന്ന സ്വഭാവമുണ്ടെന്നാണ് വിശ്വാസം. നിങ്ങൾ അധികം സംസാരിക്കാതെ പോലും ആളുകൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കും. പക്ഷേ ചിലപ്പോൾ അത് വലിയ കണ്ണേറിനും അസൂയയ്ക്കും തന്നെ കാരണമാകാം. അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ തന്നെ പറയാതിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ ശക്തി കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകളുടെ പ്രാർത്ഥന കുടുംബത്തെ രക്ഷിക്കുന്ന ശക്തിയായി കാണുന്നു. ചില സമയങ്ങളിൽ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിരിക്കും. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. ധനവുമായി ബന്ധപ്പെട്ട നല്ല വാർത്ത, ജോലി അവസരം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സാമ്പത്തിക വളർച്ച വരാം. മനസ്സിൽ ഒരു വിഷമം എപ്പോഴും ഉണ്ട്. നിങ്ങൾ പുറത്ത് സന്തോഷത്തോടെ കാണിച്ചാലും മനസ്സിൽ എപ്പോഴും പറയാത്തൊരു വിഷമം ഉണ്ടാകും. അത് കുടുംബവുമായി ബന്ധപ്പെട്ടതോ ഒരു വ്യക്തിയുമായുള്ള അകലം കൊണ്ടോ ആയിരിക്കാം. എന്നാൽ ആ പ്രശ്നം അധികകാലം നിലനിൽക്കില്ല. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സൂചന പച്ച നിറം, വളർച്ചയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകം. അതുകൊണ്ട് പച്ചത്തത്തയെ തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ പതുക്കെ ഉയർച്ച വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി വെളുത്ത പ്രാവിനെ തിരഞ്ഞെടുത്തവരുടെ ഫലം നോക്കാം. നിങ്ങൾ പ്രാവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധവും സ്നേഹമുള്ളതും ആകും. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പലപ്പോഴും മറ്റുള്ളവരുടെ വിഷമങ്ങൾ നിങ്ങളെ ബാധിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പതുക്കെ അവസാനിക്കാനുള്ള സമയമാണ്. വഴക്കുകളും കലഹങ്ങളും കുറഞ്ഞ് സമാധാനം വർദ്ധിക്കാനിടയുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വാർത്ത വളരെ പെട്ടെന്ന് കേൾക്കാം. അത് വിവാഹം, ജോലി, യാത്ര അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം. നിങ്ങളുടെ മനസ്സ് നല്ലതായിരുന്നാലും ചിലർ നിങ്ങളെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ചില വിഷമങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ സമയം കഴിയുമ്പോൾ സത്യം പുറത്തു വരും. പ്രാവിനെ തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവിക ചിന്തകൾ കൂടുതലായിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കാനും ശാന്തത ആസ്വദിക്കാനും പ്രാർത്ഥിക്കാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഏറെ നാളായി അനുഭവിക്കുന്ന വിഷമം പതുക്കെ മാറാനുള്ള സമയമാണ് അത്.
ആരോഗ്യമായി ബന്ധപ്പെട്ടതോ സാമ്പത്തികമായോ മാനസികമായോ ആയിരിക്കാം. പ്രാവ് സമാധാനത്തിൻ്റെ പ്രതീകമാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനവും മാറ്റങ്ങളും വരാനിരിക്കുന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. തൊടുകുറി ശാസ്ത്രവിശ്വാസത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ മനസ്സിനും പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന ഒരു രീതിയാണ്. നിങ്ങൾ പച്ചത്തത്തയാണോ തിരഞ്ഞെടുത്തത് അതോ പ്രാവിനെയാണോ?